ദോസ്തോ ആദാബ്. പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേം എക്സാം പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞ പരീക്ഷയാണ് നമ്മൾ തൊട്ട് മുന്നിൽ വന്നിരിക്കുന്നത്. ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ അതിനു മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മളെ മുമ്പിൽ കിട്ടുമ്പോൾ അതിൽ കുറച്ച് നിർദ്ദേശങ്ങളുണ്ടാവും. ആ നിർദ്ദേശങ്ങളൊന്ന് നമുക്ക് വായിച്ചു പോവാം. ഇവിടെ നോക്കൂ, ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയം, കൂൾ ഓഫ് ടൈം ആണെന്നാണ് പറഞ്ഞത്. പിന്നെ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക ഉള്ള സമയമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നോക്കൂ, തന്നിരിക്കുന്ന 7 പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും 5 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതുക. അപ്പോൾ ടോട്ടൽ 7 ആക്ടിവിറ്റി ഉണ്ടാവും, അതിൽ 5 എഴുതിയാൽ മതി. ആദ്യമൊക്കെ 6 പ്രവർത്തനം തന്നിട്ട് 5 എഴുതാനാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ കഴിഞ്ഞ വർഷത്തൊക്കെ നമ്മൾ അങ്ങനെ ഒരു ഇളവ് നമ്മൾ കണ്ടിട്ടുണ്ട്. 7 5 എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഒന്നാമത്തെ സർഗർമി 1. റേഡിയോ സെ അമ്മി കെ ബാരെ മേ ഏക് ഗീത് സുൻ രഹാ താ. റേഡിയോയിൽ കൂടെ ഉമ്മയെക്കുറിച്ച് ഒരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതാണ് പാട്ട്? സബ്സെ പ്യാരി ഹെ വോ സബ്സെ അച്ചി ഹെ ജോ മേരി മാഹി തു ഹേ സബ്സെ സച്ചി ഹെ ജോ उसके लब पे सदा मेरा ही जिक्र है रात दिन उसको बस मेरी ही फिक्र है मैं न खाऊं तो वो खाना खाती नहीं छोड़ कर मुझको वो दूर जाती नहीं. ഇപ്പോൾ ഇത് നിങ്ങൾ വേറെ ഈണത്തിലായിരുന്നു നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ടിരുന്നത്. ഇപ്പം എനിക്ക് പറ്റിയ ഈണത്തിലാണ് ഞാൻ ചൊല്ലിയത്. നിങ്ങൾ കേട്ട ഈണം സബ്സെ പ്യാരി ഹെ വോ സബ്സെ അച്ചി ഹെ ജോ, അങ്ങനെ ആയിരിക്കണം. 2-3 ഈണത്തിൽ ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതെന്താണ് ചെയ്യാനുള്ളത് നമ്മൾ നോക്കുക. ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ആക്ടിവിറ്റി നോക്കുമോ. ഒന്നാമത്തെ ചോദ്യം, ഇവിടെ 3 ചോദ്യമുണ്ട്, ABC. ഒന്നാമത്തെ യെ ഗീത് കിസ്കെ ബാരെ മേ ഹേ. ഈ പാട്ട് ആരെക്കുറിച്ചുള്ള പാട്ടാണ്? സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉത്തരങ്ങൾ മനസ്സിലുണ്ടാവില്ലേ. ഉമ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അമ്മയെക്കുറിച്ച്. അതെങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയാം? ഏ ഗീത് അമ്മി കെ ബാരെ മേ ഹേ. ഇത് ഉമ്മയെക്കുറിച്ചാകുന്നു. കഴിഞ്ഞു, 1 മാർക്കിൻ്റെ ചോദ്യം അത്. രണ്ടാമത്തെ നോക്കൂ, ഇസ് ഗീത് സേ ദോ ഹമ്മാവാസ് അൽഫാസ് ചുൻകർ ലിഖേ. ഈ പാട്ടിൽ നിന്ന് 2 റൈമിംഗ് വേർഡ്സ് എടുത്ത് എഴുതാനവർ. ഇഷ്ടം പോലെ റൈമിംഗ് വേർഡ്സ് ഇതിട്ടുണ്ടല്ലേ. ഒന്ന് പ്യാരി, അത് നമുക്ക് എഴുതാം. അതുപോലെ ആ പ്യാരി എന്നുള്ളത് ഇവിടെ മേരി, അങ്ങനെ ആക്കുക. പ്യാരി മേരി ആക്കുക. അച്ചി അതുപോലെ സച്ചി, അതുപോലെ സിക്കർ ഫിക്കർ, ഖാത്തി ജാത്തി, ഇതുപോലെ നിങ്ങൾക്ക് എടുത്തെഴുതാവുന്നതാണ്. 2 എഴുതാനാണ് പറഞ്ഞത്. അടുത്ത നോക്കൂ, ഇസ് ഗീത് മേ മാം കെ ബാരെ മേ ക്യാ കഹ് രഹാ ഹെ. ഉമ്മയെക്കുറിച്ച് ഈ പാട്ടിൽ എന്തെല്ലാം പറയുന്നുണ്ട്? 3 ജുംലയിലേക്ക് 3 ജുംല, 3 സെൻറ്റൻസ് എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സെൻറ്റൻസ് നമ്മൾ പാട്ടല്ലേ, ആ പാട്ട് നമ്മൾ സാധാരണ നമ്മളൊരു സെൻറ്റൻസ് ആക്കി മാറ്റിയാലോ. സബ്സെ പ്യാരി ഹെ വോ സബ്സെ അച്ചി ഹെ ജോ. ഇതിനകത്ത് നമുക്ക് 2 ആക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യാം? മേരി അമ്മി സബ്സെ പ്യാരി ഹേ. അപ്പോൾ 1. അടുത്തത് നോക്കൂ, മേരി അമ്മി സബ്സെ അച്ചി ഹേ. അജോ എന്ന് കണ്ട് ഒഴിവാക്കിയാൽ മതി. അപ്പം പാട്ട് കണ്ട് ഒഴിവായി, സെൻറ്റൻസായി. 2 ആയില്ലേ. ഇത് നോക്കൂ, പിന്നെ മേരി അമ്മി സബ്സെ സച്ചി ഹേതാ, ഇവിടെ പറയുന്നത് അല്ലേ, സബ്സെ സച്ചി ഹേ, അങ്ങനെ എഴുതാം. യെസ്. അപ്പോൾ 3 അത്ര എഴുതിയാൽ മതി. അപ്പോൾ ഒരു ആക്ടിവിറ്റി കഴിഞ്ഞു. രണ്ടാമത്തെ ആക്ടിവിറ്റി നോക്കൂ, മാലിനി ലൈബ്രറീസ് മേ ബൈഠ് കർ യെ കഹാനി പഠ് രഹി തി. മാലിനി ലൈബ്രറിയിൽ ഇരുന്ന് കൊണ്ട് ഒരു കഥ വായിക്കുകയായിരുന്നു. എന്താണ്? ശാന്തി നഗർ മേ ഏക്ക് ബുഡിയ രഹ്തി തി. ശാന്തി നഗറിൽ ഒരു വൃദ്ധ വയസ്സായ സ്ത്രീ ജീവിച്ചിരുന്നു. ഉസ്കാ ഏക്ക് ബേട്ടാത്ത. ആ സ്ത്രീക്ക് ഒരു മകനുണ്ടായിരുന്നു. വോ ബഹുത്ത് അക്കൽ മന്ദത്ത, നല്ല ബുദ്ധിമാന. അക്കൽ ഒരു അറബി വേർഡാണ്, ബുദ്ധിമാനായിരുന്നു. വോ അപ്പിനി മാംസെ, തൻ്റെ ഉമ്മയോട് ബഹുത്ത് പ്യാർ കർത്താത്ത, ഉമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏക് ദിൻ കി ബാത് ഹെ, ഒരു ദിവസത്തെ സംഭവം. ബുഡിയ ബീമാർ ഹോ ഗയി, ആ വൃദ്ധക്ക് വയസ്സായി അല്ലേ. ബുഖാർ കി വജസെ, പനിയുടെ ആധിക്യം കൊണ്ട്. വോ ബഹുത്ത് പരേഷാൻ തി, അദ്ദേഹം വളരെ പ്രയാസത്തിലായിരുന്നു, ക്ഷീണിതയായിരുന്നു. ആദി രാത്ത് ഉസ്കോ പ്യാസ് ലഗി ഹെ. ആദി രാത്ത് പറഞ്ഞാൽ അർദ്ധരാത്രി. ഉസ്കോ അവർക്ക് പ്യാസ് ലഗി, ദാഹിച്ചു. ഉസ്നെ അപ്പിനെ ബേട്ടേക്കോ പാസ് ബുലായ, തൻ്റെ മകനെ അടുത്തോട്ട് വിളിച്ചു.
ഓർ കഹ പറഞ്ഞു, ബേട്ടെ മുझे बहुत प्यास लगी है, എനിക്ക് ദാഹിക്കുന്നു. പ്യാസന ദാഹം. തോട പാനി പിലാദോ, കുറച്ച് വെള്ളം കൊണ്ടുപോവാ. ബേട്ട പാനി കേലിയെ ദൗഡ, വെള്ളത്തിന് വേണ്ടി മകൻ ഓടി. ദൗഡന ഓടുക, ദൗഡ ഓടി. ലേക്കിൻ പക്ഷേ ഗഡേമേ പാനി നഹീത്ത, ആ കുടത്തിൽ എന്തുണ്ടായിരുന്നില്ല? പാനി നഹീത്ത, വെള്ളമില്ലായിരുന്നു. അതാണ് സ്റ്റോറി, കഹാനി. നമ്മൾ പഠിച്ച തന്നെയാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ ചോദ്യങ്ങൾ നോക്കൂ. ബുഡിയ കഹാം രഹ്തീത്തി, ആ വൃദ്ധയായ സ്ത്രീ എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? നോക്കൂ, അത് ഇവിടെ തന്നെ ഉണ്ട് ഉത്തരം. ശാന്തിനഗർ മേലെ, ശാന്തിനഗറിൽ രഹ്തീത്തി എന്ന് എഴുതിയാൽ മതി, സ്ഥലത്തിൻ്റെ പേര്. രണ്ടാമത്തെ ചോദ്യം, ബുഡിയ ക്യൂം പരേഷാൻ തീ, ആ ബുഡിയ എന്തുകൊണ്ടായിരുന്നു പരേഷാനായത്? ഇവിടെ തന്നെ ഉണ്ട് അല്ലേ? ബുഖാർ കി വജഹ് സേ വോ ബഹുത് പരേഷാൻ തീ. ബുഖാർ എന്ന ഫീവർ, പനി കൊണ്ടാണ് പരേഷാനായത്, പ്രയാസപ്പെട്ടത്. മൂന്നാമത്തെ നോക്കൂ, ബുഡിയ ക ബേട്ട കേസാത്ത, ആ വൃദ്ധയുടെ മകൻ എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? അതും ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെ? പിന്നെ ഉസ്ക ഏക്ക് ബേട്ടാത്ത വോ ബഹുത്ത് അക്കൽ മന്ദത്ത, അങ്ങനെ എഴുതിയാൽ മതി. ബുഡിയാക്ക ബേട്ട ബഹുത്ത് അക്കൽ മന്ദത്ത, ബുദ്ധിമാനായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നല്ല അച്ചാത്മീയത്ത, അങ്ങനെ എഴുതാം. പിന്നെ നോക്കൂ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇസ് കഹാനി കേരിയ മുനാസിബ് ഉൻവാൻ ലിഖിയെ, ഈ സ്റ്റോറിക്ക് ഇപ്പോൾ ഒരു ടൈറ്റിലില്ല, ഒരു തലക്കെട്ട് കാണുന്നില്ല. ആ ടൈറ്റിൽ നമ്മൾ ഉണ്ടാക്കി നോക്കിയാലോ? അതാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ എഴുതേണ്ടത്. അതാണെന്നുണ്ടെങ്കിൽ ബേട്ട ഓർ മാം, അല്ലെങ്കിൽ എന്താ പറയുക, അക്കൽമന്ത് ബേട്ട, അല്ലെങ്കിൽ മാം കി ബുഖാർ, ഉമ്മയുടെ പനി, അച്ചി മാം, അല്ല ഉമ്മ, എന്തും കൊടുക്കുക. ഒരു മാർക്കുള്ള ചോദ്യമാണ് അത്. ഓരോന്നിനും ഓരോ മാർക്കാണ്. യെസ്, ഇതിന് 2 മാർക്കാണ്, ബാക്കി ഓരോന്നിനും ഓരോ മാർക്ക്, അങ്ങനെ 5 മാർക്ക്. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ടീച്ചർ ബച്ചോं को खाना देने की तैयारी में था, ടീച്ചർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ബർത്തനോമേ അലഗ് അലഗ് കിസം ഖേ ഖാനെ തയ്യാർത്തെ, ആ പാത്രങ്ങളിൽ അലഗ് അലഗ് വെവ്വേറെ ഉള്ള കസം ഖേ എന്ന് പറഞ്ഞാൽ വെവ്വേറെ ഇനത്തിലുള്ള ഖാനെ ഭക്ഷണങ്ങൾ തയ്യാറായിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ടീച്ചർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുകയായിരുന്നു. അങ്ങനെ പാത്രങ്ങളിൽ പലതരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ടീച്ചർ ആജ് ഖാനെ കേലിയെ ക്യാ ക്യാ ഹേ, ടീച്ചറെ ഇന്ന് ഭക്ഷണത്തിന് എന്തൊക്കെയുള്ളതെന്ന് ചോദിച്ചു. അജ്മൽ ഖുഷി സേ പൂച്ചനെ ലഗ, അജ്മലാണ് ചോദിച്ചത്. അപ്പോൾ ടീച്ചർ എന്താ പറയുക? ടീച്ചർ ഓർ അജ്മൽ കി ഗുഫ്തഗു ആകെ ബഡായി. എന്താണ് ഗുഫ്തഗു? നിങ്ങൾ പഠിച്ചു അല്ലേ? കോൺവെർസേഷൻ അല്ലെങ്കിൽ സംഭാഷണം ഉണ്ടാവുന്ന എക്സാമിന് ഞാൻ പറയാറുണ്ടല്ലോ. അപ്പോൾ നോക്കൂ, അജ്മൽ ആജ് ഖാനെ കേലിയെ ക്യാ ക്യാ ഹേ, ടീച്ചർ ഇന്ന് ഭക്ഷണത്തിന് എന്തൊക്കെയുള്ള ടീച്ചറെ ചോദിക്കുകയാണ്. അപ്പോൾ ടീച്ചർ എന്താ പറയുക? ആജ് ഖാനെ കേലിയെ, പിന്നെ എന്തൊക്കെ പറയുകയാണെങ്കിൽ സാമ്പാർ, പിന്നെന്താണ്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് എഴുതാൻ പറ്റുന്നതൊക്കെ എഴുതാം. മീനാണോ, മച്ചലിയാണോ, അല്ലെങ്കിൽ ഗോഷ്ത് മാംസമാണോ, അല്ലെങ്കിൽ അണ്ട, എന്തും എഴുതാം. പിന്നെ അങ്ങനെയൊക്കെ എഴുതാം. സാമ്പാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രൂപത്തിലൊക്കെ എഴുതാം കേട്ടോ. യെസ്. അപ്പോൾ അജ്മൽ ജി ടീക്ക് ഹേ അല്ലെങ്കിൽ ശുക്രിയ, അത്ര മതി. ഒരു ചോദ്യം ഒരു ഉത്തരം, സിമ്പിളായിട്ട് എഴുതുക. അടുത്ത് നോക്കൂ. ബച്ചോ ആപ്കെ സ്കൂൾ മേ ഖാനെ കേലിയെ ക്യാ ക്യാ പക്കാത്തേ തേ, നിങ്ങളുടെ സ്കൂളിൽ ഭക്ഷണത്തിന് വേണ്ടി, ഉച്ചഭക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം പാചകം ചെയ്യുന്നുണ്ട്? പക്കാന, പാചകം ചെയ്യുന്നുണ്ടായിരുന്നു. 4 ഖാനവും കെ നാം ലിഖിയെ, 4 ഭക്ഷണ സാധനങ്ങളുടെ പേര് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ എഴുതുക? എന്തും എഴുതുക. പിന്നെ ഇഡലി, സാമ്പാർ എന്നോ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണ സാധനങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ദൂത് കി തറഹ് എന്നുള്ള പാഠത്തിൽ നിങ്ങൾ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓരോ ഭക്ഷണ സാധനങ്ങളുടെ പേരും അത് നിങ്ങൾ നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ മറിച്ച് പഠിക്കുക കേട്ടോ. നാലാമത്തെ നോക്കൂ. ഇസ് സാൽ താലീമി സഫർ കെ ലിയെ ഹം മൈസൂർ ജായെങ്കെ. ഇസ് സാൽ, ഈ കൊല്ലം, താലീമി സഫർ, പഠനയാത്രയ്ക്ക് വേണ്ടി നമ്മൾ മൈസൂരിലേക്ക് പോകുന്നുണ്ട്. ടീച്ചർ കി ബാത്ത് സുൻകർ അജ്മൽ സോച്ചിന് രക, ടീച്ചറുടെ വർത്തമാനം കേട്ടപ്പോൾ അജ്മൽ ആലോചിക്കാൻ തുടങ്ങി. ഇസ് ബാർ മേം ബി ജാവുങ്ക, ഇപ്രാവശ്യം ഞാനും പോവും. ഇജാസത്ത് മാങ്കിനെ കേലിയെ വോ അപ്പിനെ അബ്ബാജാൻ കോ ഖത്ത് ലിഖ്നെ ലഗ, സമ്മതം കിട്ടാൻ വേണ്ടി അവർ തൻ്റെ ഉപ്പയോട് കത്തെഴുതാൻ തുടങ്ങി. അപ്പോൾ ടൂറ് പോവാണ്. അപ്പോൾ ഉപ്പാൻ്റെ സമ്മതം, ഉപ്പ വിദേശത്താണ്. അപ്പോൾ കത്തെഴുതാണ്. അപ്പോൾ കത്തിൻ്റെ മോഡലാണ് നമ്മൾ പഠിച്ചത്, അതേപോലെ തന്നെയാണ്. അപ്പോൾ കത്തെഴുതുമ്പോൾ ആദ്യം പ്ലേസ് അല്ലേ, പാലക്കാട്. നിങ്ങൾ എഴുതുമ്പോൾ മലപ്പുറം എന്ന് എഴുതിയാൽ മതി. പിന്നെ ഡേറ്റാണ് 2 ജൂലൈ 2, പിന്നെ 2017.
എന്ന് പറഞ്ഞാൽ 2017. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2022 അല്ലേ 2020 എടുത്തു കഴിഞ്ഞാൽ 22 ഡേറ്റ് നിങ്ങൾ ഇഷ്ടം പോലെ എഴുതുക. ഇതാണ് കത്ത്. പ്യാരെ അബ്ബാജാൻ ആദാബ്, പ്രിയപ്പെട്ട ഉപ്പ ആദാബ്, നമസ്കാരം. ഉമ്മീദ് ഹേ, ഞാൻ വിചാരിക്കുന്നു, കരുതുന്നു, കെ ആപ് ഹൈരസ് സേ ഹോങ്കെ, നിങ്ങൾക്ക് സുഖമാണെന്ന് ഞാൻ കരുതുന്നു. ഹം സബ് യഹാം ടീക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ്. മേരി പഠായി അച്ചി തറ ചൽ രഹി, എൻ്റെ പഠനം ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട്. അഗലെ ഹഫ്തെ ഹമാരെ സ്കൂൾ സെ താലീമി സഫർ പർ മൈസൂർ ജാ രഹേ ഹൈ, അടുത്ത വർഷം ഞങ്ങളെ സ്കൂളിൽ നിന്ന് അഗലെ ഹഫ്തെ, അടുത്ത ആഴ്ച ഞങ്ങളെ സ്കൂളിൽ നിന്ന് ഒരു പഠനയാത്ര പോകുന്നുണ്ട്. എവിടേക്കാണ് പോകണം? മൈസൂരിലേക്ക്. മേം ഉൻകെ സാത്ത് ജാനാ ചാഹത്താ ഹൂം, ഞാൻ അവരുടെ കൂടെ പോകാൻ ഉദ്ദേശിക്കുന്നു. ഇസ്കേലി ആപ്കെ ഇജാസത്ത് ചാഹത്താ ഹൂം, നിങ്ങളുടെ ഇജാസത്ത്, നിങ്ങളുടെ എന്താണ് സമ്മതം നമുക്ക് ആവശ്യമാണ്. ആപ്ക ബേട്ട, നിങ്ങളുടെ മകൻ അജ്മൽ. ഇതാണ് കത്ത്. ഓക്കെ, ഇനി ചോദ്യം നോക്കൂ. ഈ കിസ്കാ ഖത്ത്, ഇത് ആരുടെ കത്താണ്? അപ്പോൾ എഴുതി കൂടെ ഏ അബ്ബാക്ക ഖത്ത് അല്ലേ, അബ്ബാജാൻ കാ ഖത്ത്, സോറി ഈ അജ്മൽ കാ ഖത്ത്, ഇത് അജ്മലിൻ്റെ കത്താണ്. പിന്നെ താലീമി സഫർ പർ ബച്ചെ കഹാം ജാ രഹേ ഹൈ, പഠനയാത്രയ്ക്ക് വേണ്ടി കുട്ടികൾ എവിടേക്കാണ് പോകുന്നത്? മൈസൂർ, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ. മൂന്നാമത്തെ ഖബറേം പഹഞ്ചാനെ കെ ലിയെ ഹം ക്യാ ക്യാ തരീഖെ ഇസ്തിമാൽ കർ രഹേ ഹൈ, ഈ വാർത്തകൾ എത്തിക്കാൻ അല്ലെങ്കിൽ വിവരങ്ങൾ എത്തിക്കാൻ നമ്മൾ എന്തെല്ലാം മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത്? കിസി തീൻ തരീഖോങ്കെ നാം ലിഖി, ഏതെങ്കിലും 3 മാർഗ്ഗങ്ങളെ പേരെഴുതുക. ഉദാഹരണം കൊടുത്ത് SMS ആണ്. SMS കൂടെ നമുക്ക് വിവരങ്ങൾ കൈമാറാം. ബാക്കി നിങ്ങൾക്ക് എഴുതി കൂടെ? വാട്സാപ്പ്, അതുപോലെ ഇമെയിൽ, അതുപോലെ എന്താ പറയുക വീഡിയോ കോളോ IMO അങ്ങനെയൊക്കെ എഴുതി കൂടെ? അഞ്ചാമത്തെ പ്രവർത്തനം നോക്കൂ. ബച്ചോ ആപ്നെ കൈ തറക്കെ ജാൻവറോ കോ ദേക്കാ ഹോഗ, നിങ്ങൾ പലതരത്തിലുള്ള മൃഗങ്ങളെ കണ്ടിട്ടുണ്ടാകാം. പസന്ദീദ ഏക് ജാൻവർ കി തസ്വീർ ബനാക്കർ, ഇഷ്ടമുള്ള ഒരു മൃഗത്തിൻ്റെ ചിത്രം വരച്ചിട്ട് രംഗ് വരിക, നിറം കൊടുക്കുക. ഓർ ഉസ്കെ ബാരെ മേ 3 ജുംല ലിഖിയെ, അതിനെക്കുറിച്ച് നിങ്ങൾ 3 ജുംലകൾ എഴുതുക. നീച്ചെ ചന്ദ് ജാൻവറോ കെ നാം ദിയേ ഗയേ ഹേ, താഴെ കുറച്ച് മൃഗങ്ങളുടെ പേര് തന്നിട്ടുണ്ട്. ഉൻകോ അലഗ് അലഗ് ഖാനോ മേ ലിഖിയെ, വെവ്വേറെ കോളങ്ങളിലായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, ആദ്യം പറഞ്ഞത് എന്താണ്? ഇഷ്ടമുള്ള ജീവിയുടെ ചിത്രം വരച്ചിട്ട് നിറം കൊടുക്കാനായിട്ട് അതിനെക്കുറിച്ച് 3 ഇത് എഴുതുക. അതെങ്ങനെ എഴുതൽ? ഞാൻ പറഞ്ഞു ഏ ബില്ലി ഹേ, ഏ ഖൂബ്സൂറത്ത് ഹേ, അങ്ങനെയൊക്കെ എഴുതി കൂടെ? എന്താ പറയുക സഫേദ് ഹേ, മിയാവ് മിയാവ് കർത്തി ഹേ. ഇനി പശു ആണെങ്കിൽ ഗായ് ഹേ, ദൂത് ദേത്തി ഹേ, ഇത് പാൽ തരുന്നു. എന്താ പറയുക ഖൂബ്സൂറത്ത്, അങ്ങനെയൊക്കെ എഴുതാം. അപ്പോൾ താഴെ തന്നിട്ടുള്ള അതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞത്. എങ്ങനെ സെപ്പറേറ്റ്? ഒന്ന് പാൽത്തു ജാൻവറും മറ്റൊന്ന് ജംഗ്ലി ജാൻവറും. പാൽത്തു ജാൻവർ, ഇത് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ഇവിടെ ജാൻവർ എന്നുള്ളിടത്ത് ഒരു കാഫ് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പാൽത്തു ജാൻവർ എന്നാണ്. ഓക്കെ, അപ്പോൾ ജഖാൻവർ എന്നല്ല ജാൻവർ. അപ്പോൾ പെറ്റ് ആനിമൽസ്, വളർത്തു മൃഗങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. ഇത് ജംഗ്ലി ജാൻവർ എന്ന് പറഞ്ഞാൽ കാട്ടിലെ മൃഗങ്ങൾ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസ്. ഇപ്പോൾ ഇതിൽ നിന്നാണ് എടുത്ത് എഴുതേണ്ടത്. ബില്ലി, അത് ഏതിലാണ് എഴുതേണ്ടത്? വളർത്തുമൃഗമാണോ കാട്ടുമൃഗമാണോ ഇവിടെ എഴുതുക. ഷേർ സിംഹം, ഗായ് പശു, ബന്ദർ കുരങ്ങ്, ലോമടി കുറുക്കൻ, ബക്കരി ആട്, ബാലു എന്ന് പറഞ്ഞാൽ കരടി, കുത്ത നായ. ഇതിൽ ഏതാണ് ഉൾക്കൊള്ളിക്കേണ്ടത് നിങ്ങൾ എഴുതുക. ആറാമത്തെ പ്രവർത്തനം നോക്കുക. അജ്മൽ കെ ഗർ മേ ഖൂബ്സൂറത്ത് ബാഗ് ഹേ, അജ്മലിൻ്റെ വീട്ടിൽ മനോഹരമായ തോട്ടമുണ്ട്. ബാഗ് മേ രംഗ് ബിരംഗെ ഫൂൽ തറ തറക്കെ പൗതേ, എന്ന് വെച്ചാൽ അജ്മലിൻ്റെ തോട്ടത്തിൽ പലതരത്തിലുള്ള പൂക്കൾ, പലതരത്തിലുള്ള ചെടികൾ. ഖൂബ്സൂറത്ത് തിത്തലിയ എന്ന് വെച്ചാൽ മനോഹരമായ പൂമ്പാറ്റകൾ. വോ ബാസെ ഫൂൽ തോഡ്കർ ടോക്കരി ബർ രഹാത്ത, അങ്ങനെ അജ്മൽ എന്താ ചെയ്യണേ? ബാഗ്സെ, ആ തോട്ടത്തിൽ നിന്ന്, ഫൂൽ തോഡ്കർ പൂക്കൾ അറുത്തിട്ട് പൂക്കൾ പറിച്ചിട്ട്, ടോക്കരി ബർ രഹാത്ത ആ പൂക്കൊട്ട നിറക്കുകയായിരുന്നു. ബർ നിറക്കുക. ഓക്കെ, ഇനി ചോദ്യം നോക്കൂ. ബച്ചോ ആപ് കെ ബാഗ് മേ കോൻ കോൻ സെ ഫൂൽ, നിങ്ങളുടെ തോട്ടത്തിൽ ഏതെല്ലാം പൂക്കളുണ്ട്? കിസി 4 ഫൂലും കെ നാം ലിഖിയെ, ഏതെങ്കിലും 4 പൂക്കളുടെ പേര് എഴുതുക. അപ്പോൾ പൂക്കളുടെ പേര് നിങ്ങൾ കുറേ പഠിച്ചില്ലേ? ജാസ്മിൻ, അതുപോലെ ഗേന്ദ, ചെമ്പ, ചമേലി, ഹിബിസ്കസ്, പിന്നെ ഗുലാബ്, ഇതൊക്കെ പൂക്കളാണ്. പിന്നെ 4 ഫൂലും കെ നാം ലിഖിയെ. പിന്നെ പസന്ദീദ ഏക് ഫൂൽ കെ ബാരെ മേ 3 ജുംല ലിഖിയെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പൂവിനെ കുറിച്ച് എഴുതുക. ഗുലാബ് ഹേ, ഇസ്കാ രംഗ് ഗുലാബി ഹേ, ഖൂബ്സൂറത്ത് ഹേ എന്നൊക്കെ എഴുതി കൂടെ? അല്ലെങ്കിൽ ജാസ്മിൻ ഹേ, ഇസ്കാ രംഗ് സഫേദ്, അങ്ങനെ എഴുതാം. ഇനി ഏഴാമത്തെ പ്രവർത്തനം നോക്കൂ. ആജ് സ്കൂൾ മേ പൂക്കളം കാ മുക്കാബില ഹേ, ഇന്ന് സ്കൂളിൽ പൂക്കള മത്സരമുണ്ട്. മുക്കാബില കോമ്പറ്റീഷൻ. അജ്മൽ ഖുഷി സെ സ്കൂൾ പഹുഞ്ച, അജ്മൽ സന്തോഷത്താൽ സ്കൂളിൽ എത്തി. ഇസ്കെ ഹാത്ത് മേ ഫൂലോം കി ടോക്കരി തി, ഇവരുടെ കൈകളിൽ
പൂക്കളുടെ ഒരു കൊട്ട തന്നെ ഉണ്ടായിരുന്നു. ദേഖക്കർ ടീച്ചറിനെ പൂച്ച. ഇത് കണ്ടപ്പോൾ ടീച്ചർ ചോദിച്ചു. എന്താ ചോദിച്ചത്? ടീച്ചർ ഓർ അജ്മൽ കി ഗുഫ്തഗു ആകെ ഇവിടെ. ഇവിടെ സംഭാഷണം പൂർത്തിയാക്കാനാണ്. അപ്പോൾ ടീച്ചറും ജൂലിയും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ജൂലി അല്ല, ഇവിടെ അജ്മലാണല്ലോ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ അജ്മൽ എന്നാക്കിയാൽ മതി. ടീച്ചർ ചോദിക്കണം, ഫൂൽ ഹംസേ മിലേ, ഈ പൂക്കൾ എവിടുന്നാ കിട്ടിയേ? അപ്പോൾ അജ്മൽ എന്താ പറയുക? ബാഗ്സേ മില, തോട്ടത്തിൽ നിന്ന് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ടീച്ചർ ജി ടീക്ക് ഹേ അല്ലെങ്കിൽ ശുക്രിയ, അത്രേ ഉള്ളൂ. നോക്കൂ അടുത്തത്. ബച്ചോ ഹം പൂക്കളം കിസ് ദിൻ ബനാത്തേ ഹേ, നമ്മൾ പൂക്കളം ഏത് ദിവസമാണ് ഉണ്ടാക്കുന്നത്? ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈദ് കേ ദിൻ, പെരുന്നാളിൻ്റെ അന്നാണ് പൂക്കളം ഉണ്ടാക്കുന്നത്. പിന്നെ ക്രിസ്മസ് കേ ദിൻ, ക്രിസ്മസിനാണ് പൂക്കളം ഒരുക്കുന്നത്. ഓണം കേ ദിൻ, ഓണത്തിൻ്റെ ദിവസത്തിലാണ്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം മാത്രം എടുത്ത് എഴുതുക. ഓക്കെ, ഇത്ര 7 പ്രവർത്തനങ്ങളും ഇപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.